അയ്യോ എന്ത് കല്യാണച്ചക്കൻ വന്നില്ലെന്നോ? നിന്റെ ഈ തീറ്റപ്രാന്ത് കാരണമാണല്ലോ പെട്ടെന്ന് കല്യാണം നടത്താൻ തീരുമാനിച്ചത്. വാഴക്കുല മടിയിൽ വെച്ച് വീണ വായിച്ചോണ്ടിരിക്കണോ? മണി എന്തിനാ മോളെ തലയെ കെട്ടി വെക്കണേ? ചെക്കനെ തന്നെ തലയെ കെട്ടി വെക്കാൻ പോയല്ലേ മോളെ? ചെക്കന്റെ മുഴുവൻ കൺട്രോളും നിന്റെ ഈ കൈകളിലായിരിക്കണം. എന്റെ ബുദ്ധിമതിയായ ബോള്. അങ്ങനെ തപ്പിപ്പിടിച്ചൊരു പോങ്ങനെ കണ്ടുപിടിച്ച് അവൻ അതും ഇതൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ കല്യാണത്തിന് സമ്മതിപ്പിച്ച് നീയാണ് പഴത്തിന് വേണ്ടി വാ തുറന്ന് എല്ലാം നശിപ്പിക്കുമെന്നാ തോന്നുന്നു. വാറ്റ് വേണോ വിദേശി വേണോ ഏത് വേണേലും ഡ്രമ്മിൽ കലക്കി വെച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ട്. ഇതാണോടാ കല്യാണം? ഓരോരുത്തർ കടം വീട്ടാൻ ആടുവിക്കും കോഴി വിൽക്കും. നീ സ്വന്തം മകനെ വിറ്റ് കളഞ്ഞല്ലോടോ. അവന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് നോക്കിയോ? പ്രമാണിയുടെ മോളാ പോലും കുമ്പളങ്കിക്ക് സാരി വിറ്റിയ പോലെ കുഴിയിലേക്ക് കാലി വിട്ടിരിക്കുന്ന കിളവന്മാര് പോലും അവളെ കെട്ടില്ല. പഴം തൊണ്ടേ കുടുങ്ങിയാണെങ്കിൽ ബന്ധുക്കാരാ വരൂ. മനസ്സിലായി. എന്റെ മോൾക്ക് നിന്റെ മോനെ തരില്ലെന്ന് പറഞ്ഞില്ലേ? കണ്ടോ ഇപ്പൊ എങ്ങനെയായി? എന്റെ മോനാ ഭാഗ്യമില്ല. ഈ നാട് മുഴുവൻ കല്യാണം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ചെക്കനും പെണ്ണും തമ്മില് നല്ല പൊരുത്തമല്ലേ? അങ്ങനെയാ. എന്തോ മത്തങ്ങാന്നോ പടവലങ്ങാന്നോ പറയുന്നത് കേട്ടല്ലോ. കുമ്പളങ്ങിയും പടവലങ്ങയുള്ള അവയിലുണ്ടോന്ന് ചോദിച്ചോണ്ടിരിക്കുക. മത്തങ്ങ പടവലങ്ങ അല്ലല്ലോ, അങ്ങനെ എന്തോ കുശുമ്പ് പറയുന്ന പോലെ അല്ല കേട്ടോ. ഒട്ടും വിഷമിക്കണ്ട. വാതിക്കൽ 2 കൊല കെട്ടി വെച്ചിട്ടുണ്ട്. പച്ചപ്പഴമെങ്കിൽ എടുത്ത് കഴിച്ചോ. കൊടുത്തു വിടാം പോ. ഇതെന്നാ കോട്രാ? എവിടെ എന്റെ മോൻ കല്യാണ ചെക്കൻ? താങ്ക്സ് ചിറ്റപ്പ, താങ്ക്സ് മാമ, താങ്ക്സ് മുത്തശ്ശ. നല്ല സമയം. നിങ്ങളെല്ലാരും കൂടി എന്നെ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. മോൻ എടുത്തോണ്ട് നടന്ന കുഞ്ഞിന്റെ കഴുത്തെ താലി കെട്ടാൻ ഞങ്ങള് സമ്മതിക്കുവോ? അങ്ങനെ പറ ചിറ്റപ്പ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. നീ തിരിച്ചു വരുമ്പോ നീ ആഗ്രഹിച്ച പോലെ സിൽവർ സ്റ്റാർ, തുൽസ, ലൈല നമ്മുടെ ചോദ്യമില്ലേ? അങ്ങനത്തെ പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വരട്ടെ. മോനെ സിറ്റിയിലേക്ക് പോയാ പ്രേമിക്കാൻ കുറെ കാശ് ചെലവാകും. അതുകൊണ്ട് എന്റെ മകൻ വേലി അവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്തോണ്ടിരിക്കുക. അവനെ പോയി കണ്ട അവൻ സഹായിക്കും. മോനെ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ പൈസ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. സമയായി. ചെറുക്കനെ കാണുന്നില്ലല്ലോ. ഗജേന്ദ്ര എങ്ങനെയാണ് മക്കളെ വളർത്തുന്നത്? പെണ്ണിന് ഇഷ്ടമായെന്നും പറഞ്ഞ അവൻ നാട്ടിൽ നിന്ന് എങ്ങോട്ടോ ഒളിച്ചോടി പോയി. നിന്റെ മോളെ ഇഷ്ടപ്പെടാതെ ഒളിച്ചോടിയതാ. ചതിച്ചല്ലോ ദൈവമേ. പാടാതെ വിളിച്ചു നോക്കി. പോടാ പിണ്ണാക്കെന്ന് പറഞ്ഞ് നിന്റെ അവൻ ഓടിപ്പോയി. ബന്ധുക്കാരാ, എന്നോട് ക്ഷമിക്കും ബന്ധുക്കാരാ. എന്റെ സമയം തീരെ ശരിയല്ല. ഇതുവരെ എന്റെ ചെക്കനെ കണ്ടിട്ട് പെൺകുട്ടികൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നേ. എന്താന്നറിയില്ല, ഇപ്പൊ തന്റെ മോളെ കണ്ടിട്ട് എന്റെ ചെക്കൻ പേടിച്ച് ഓടിപ്പോയി. എനിക്ക് ചേട്ടൻ വേണം. ഞാൻ ഓടിപ്പോവാ. എനിക്ക് കല്യാണം. ചുമ്മാതിരിക്കുമോളെ. ആ കുടിയന്റെ മോൻ എന്നെ പറ്റിച്ചു കളഞ്ഞു. അവൻ എവിടെ ഉണ്ടായാലും അവനെ കണ്ടുപിടിച്ച് അവിടെ വെച്ചു എന്നെ നിന്റെ കഴുത്തെ താലി കെട്ടിക്കും. ഏയ്, വാക്കത്തിയും വടിവാളൊക്കെ എടുത്ത് വണ്ടി കയറ്റാ. കൂടെ പൂജാരിനെ പിടിച്ചു കയറ്റി. എനിക്കിന്ന് 3 പരിപാടികളുണ്ട്. വണ്ടി കയറോ. വണ്ടിയിലിടാ. സമ്മതിച്ച കല്യാണം, ഇല്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ അവന്റെ അന്ത്യകർമ്മം. ഒരു കട പോലും ഒഴിവാക്കണ്ട. പിന്നെ മേടിക്കടാ. തരാത്ത കടയൊക്കെ അടിച്ച് പൊളിക്കടാ. എന്തൊരു അന്യായം നടക്കുന്നത്? ഓരോരുത്തന്മാരും കാലനെ പോലെ വന്ന് ഇറങ്ങി 200 രൂപ 300 രൂപ എന്ന് പറയുക. ഈ അന്യായത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ലേ? തെണ്ടികളെ അടങ്ങടാ, അടങ്ങേ. ഏയ്, ആരടാ നീയൊക്കെ? ഇത് ഞങ്ങളുടെ സിംഗത്തിന്റെ ഏരിയ. വീട്ടു പോയിക്കോ. സിംഗോ എവിടെ ഒന്ന് കാണട്ടെ. സിംഗോ ക്ഷമിച്ചത് മതി, പൊങ്ങി വാ.
ദേ സിംഗത്തെ കാണിക്കാന്ന് പറഞ്ഞിട്ട് മൊയലിനെ കാണിക്കണേ. കളിയാക്കല. കേറ് സിംഗം. താങ്ക് യു. എന്താടാ ഒരു കൈയടിക്കത്ത്? വേഗം അങ്ങോട്ട് ഓണാക്ക്. കൈയടിക്ക കൈയടിക്ക. താങ്ക് യു, താങ്ക് യു. എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോണം. ഇനി മുതൽ ഈ ഏരിയയില് നമ്മുടെ സിംഹമാണ് ദാദ. അമ്മായി മരുമോള് പ്രശ്നം, പൂവാല ശല്യം, കോളേജ് പ്രേമ വിഷയങ്ങൾ, കുടിവെള്ള സ്ഥലത്തെ പ്രശ്നം, ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ സിംഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞാൽ അവരോടനെ പരിഹരിക്കും. ഇതുവരെ നിങ്ങൾ ഈ തടിയിൽ 200 രൂപയാണ് മാമൂല് കൊടുത്തിരുന്നത്. ഇനി വെറും 100 രൂപ കൊടുത്താൽ മതി. ഞങ്ങളുടെ സിംഗത്തിന് 100 രൂപ ഡിസ്കൗണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ബാക്ക് നമ്മുടെ തീം സോങ് ഇട്. സോറി മോനെ, സോറി. ഇതെല്ലാം എന്തിനാ ചെയ്തേ? നമുക്ക് വേണ്ടിയല്ലേ. പക്ഷെ മുത്തേ സൂപ്പർ ആയിരുന്നു. എനിക്ക് അവാർഡ് തരാൻ പോണേ. നിനക്ക് ഇവിടെ വേദന ഉണ്ടോ? എന്നാ അവിടെ തന്നെ ഇരിക്കട്ടെ. ഒന്ന് ക്ഷമിക്ക് മോനെ, നല്ല വേദനയുണ്ടോ കുട്ട? സിംഗോ, ഫോർട്ട് കൊച്ചി, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കളമശ്ശേരി എല്ലാം നമ്മുടെ കൺട്രോളായി. ഇതുപോലെ നിർത്തിക്കൂടെ? എന്തിനു നിർത്തണം? 4 ഏരിയ നമ്മൾ പിടിച്ചെടുത്തു. ഇപ്പൊ ഈ സിറ്റി തന്നെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരേണ്ട സിംഗം. നീ സ്റ്റേറ്റ് പിടിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ. കറക്റ്റ്. ഇപ്പോ നമ്മുടെ ഈ രാഷ്ട്രീയക്കാർ എങ്ങനെയുള്ളവരെ ബഹുമാനിക്കുന്നേ? അതിന് ഞാൻ എന്താ ആകണ്ടേ? അപ്പൊ നിങ്ങൾ എന്താ വാങ്ങണ്ടേ? കറക്റ്റ്. അല്ല സിംഗം, ഞങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുമ്പോ നീ ആണെങ്കിൽ അവന് കീഴ് വെച്ചോണ്ടിരിക്കുവാണോ? ഒന്ന് ആലോചിച്ച് നോക്കില്ല. എനിക്കറിയാത്ത പണിയൊന്നും ചെയ്യില്ലെന്നറിയില്ലേ? ആ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ പോലെ നമ്മളെ സിംഗം ഒന്നും ആലോചിക്കേണ്ടത് ചെയ്ത് കളയും. നാളെ ബസന്ത് നഗർ മുഴുവൻ പിടിക്കണം. തളപതി, കാലത്തെ 11 മണിക്ക് നീ അങ്ങോട്ട് ചെല്ല്. സിംഗം, അവിടെ എനിക്ക് പകുതി പേരെ അറിയാം. 3 വർഷം ഞാൻ റോഡ് സൈഡിൽ പഞ്ഞുമുട്ടായി വിറ്റോണ്ടിരുന്നല്ല. പഞ്ഞുമിട്ടായി. നീ വീരൻ. ബസന്ത് നഗർ മുഴുവൻ നിനക്കുള്ളതാ. എടുത്തോ. ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലോ. ഒറ്റയടിക്ക് അങ്ങ് തീർത്താലോ. ഓ ചേട്ടാ കുറച്ച് സാമ്പാർ. സാമ്പാർ ചോദിക്കുന്ന കേട്ടടാ പോട്ടാ. സ്വാമി, അടുത്ത സീസൺ തുടങ്ങും. പുറനാട്ടിലെ പക്ഷികളെ ശരിയാക്കി ഗുണത്തരാം. സ്വാമി, കാട്ടുപ്രാവിനെ കൊണ്ടുവന്നിട്ടുണ്ട് സ്വാമി. കാട്ടുപ്രാവിനെ ആരാടാ തിന്നാ? ഈ കടയിൽ വരുന്നവരൊക്കെ VIP കളാ. അവര് കഴിക്കുന്നതൊക്കെ കാടയും മുയലും കരിങ്കുറുങ്ങും ചെങ്കുറുങ്ങും ഒക്കെ. അതുണ്ടെങ്കിൽ താൻ കൊണ്ടുപോവാ. സ്വാമി, ഇപ്പൊ VIP ഒക്കെ അത് കഴിക്കാൻ തുടങ്ങിയ സ്വാമി. പിന്നെ സ്വാമി, അടുത്ത ആഴ്ച ഇതിൽ മോശമായിട്ടുള്ള കൊണ്ടുവരാം സ്വാമി. മോശമായിട്ടുള്ള ഐറ്റുവാ? ഡേയ്, കാടയും മുയലും കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അതിലും മോശമായിട്ടുള്ളതാ. വേഗം വാടാ, വേഗം വരാൻ. അവൻ വന്നല്ലടാ, ഇറങ്ങി തിരിച്ചല്ലോ അവൻ. വണ്ടി ഒന്ന് വേഗം തള്ളിക്കേ. നാട്ടുകാരൻ വന്നിട്ടുണ്ട്. ചേട്ടന്മാരെ, ആ സ്റ്റൂളൊക്കെ എടുത്ത് എന്റെ വണ്ടിയുടെ പുറകെ ഒന്ന് ഫോളോ ചെയ്തേ. വാ വാ, ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ. ഇത് നമ്മുടെ വേൽസ് അല്ലേ? പോ, വേഗം പോ. അവൻ ഇവിടേക്ക് എന്നെയാണല്ലോ നോക്കുന്നത്. ഇങ്ങോട്ടെങ്ങാനും വരൂ അവൻ. അവനെ കാണാനില്ലല്ലോ. പോയാണോ അവൻ? അറിയില്ലേട്ടാ. കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ഇവിടെ എങ്ങനെ എത്ര എനിക്കൊരു പിടി കിട്ടണം. ആരെ പറ്റിയാടാ നീ പറയുന്നത് വേൽസ്? ജീവാനന്ദാ, നീ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. അയ്യോ, എനിക്കൊന്ന് ഫോൺ ചെയ്താ പോരായിരുന്നോടാ. ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വരില്ലായിരുന്നാ? അല്ല, നാട്ടിൽ മഴയുണ്ടോ? മുത്തശ്ശിക്ക് സുഖല്ലേ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അല്ല, നീ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ കളർഫുൾ അല്ലേ? സൂപ്പർടാ. ഇങ്ങനെ ഇരുന്നാലേ 4 ഇഡ്ഡലി ചെലവാവുള്ളൂ. അല്ലെങ്കിൽ ഇഡ്ഡലി നിന്ന് നമ്മളെ പറ്റിച്ച് പോവില്ലേ? അപ്പൊ പിന്നെ നീ എന്താ ഇന്ന് ഫ്രോഡ് പണിയല്ലേ? നീ എന്താണ് ഇങ്ങനെയൊക്കെ ആ പറയുന്നത്? പിന്നെന്താടാ, ഫുട്പാത്തിൽ കട വെച്ചിട്ട് നാട്ടിലൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ ജോലിയാണെന്ന് പറഞ്ഞിട്ടല്ലേ വന്നേക്കുന്നത്. ഞാൻ എത്ര സ്റ്റാർ ഹോട്ടലിൽ അന്വേഷണം അറിയാം. അതൊക്കെ പോട്ടെ. നാട്ടിൽ ഇവിടേക്ക് വരുന്നവനുണ്ടല്ല, വെറുതെ തെക്കോട്ടും വടക്കോട്ടും എവിടേക്ക് പോകുന്നൊരു പിടിയില്ല. ഞാൻ മാത്രമാണ് ഒരു സ്ഥലത്ത് നിന്ന് പണിയെടുക്കുന്നവൻ. അല്ല, നീ എന്തെങ്കിലും കഴിച്ചാ? കഴിച്ചില്ല. ദോശമാവ് നിറച്ചുണ്ടോ? നിറച്ചുണ്ടോന്നാ? ശരി, നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാം.
പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ? ഞാൻ ഈ നടു റോഡിൽ കട വെച്ചിരിക്കുന്നേ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നാട്ടിൽ പോയി പറഞ്ഞ് എന്റെ ഇമേജ് കളയരുത്. അതൊക്കെ പോട്ടെ, ഞാൻ എന്തിനാ വന്നെന്ന് നീ ചോദിച്ചാ? എന്തിനാ വന്നേ? അതെ ആശാനെ, ആ ഇരിക്കുന്ന ഇഡ്ഡലി അല്ല ഒരു വലിയ പാത്രത്തിൽ മാറ്റി വെയ്. എവിടെ നിർത്തിയേ? നാട്ടിലെ പ്രശ്നമില്ലേ? നാട്ടിലൊരു ചെറിയ പ്രശ്നം. അതെന്ത് പ്രശ്നം? എന്റെ അച്ഛന് കടം കയറിയപ്പോ നാട്ടു പ്രമാണിക്ക് എന്നെ പണയം വെച്ച് കളഞ്ഞു. അയാൾ ഈ കാരണം പറഞ്ഞ് അയാളുടെ പിരികളയെ മോളെ എന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കി. ഇതാണാ ചെറിയ പ്രശ്നം? അങ്ങേര് നഖം വെട്ടണ തന്നെ അരിവാള് വെച്ചാ, എന്നിട്ട് അയാളുടെ അടുത്ത് നീ ഉണ്ടാക്കിയ പ്രശ്നം നിസാരമാണല്ലേ? ഒരു കാര്യം ചെയ്യ്, നീ ചോദിച്ച ഒരു പ്ലേറ്റ് ഇഡലി എന്നിട്ട് അങ്ങനെ നാട്ടിലേക്ക് അങ്ങ് വിട്ടോ. ഒരു നിന്നെ വിശ്വസിച്ചാടാ ഞാൻ വന്നത്. അയ്യോ, ഒരുമാതിരി പള്ളിക്കെട്ടായാലും ഇത് മനുഷ്യൻ ജോലി എടുക്കാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് പോയിക്കാൻ നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കൂല. ഒരു ജോലി വാങ്ങിത്താ നീ. എന്ത് ജോലി തന്നാ നീ ചെയ്യും? നിന്റെ ക്യാഷർ ആയിക്കോളാം. നാട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ നീ പ്ലാൻ ചെയ്തോണ്ടാ വന്നല്ലേ? അങ്ങനെയൊന്നുമില്ലടാ. ഇപ്പോ നിന്നെ കാട്ടി കുറച്ച് കളറില്ലേ എനിക്ക്. ഞാൻ ക്യാഷിൽ കളക്ഷൻ കൂടും. കരിക്കട്ട നിറോ കറുപ്പ, അത് അടുപ്പിൽ വെച്ചാൽ ഇഡലി വേവുക. സംസാരിക്കുന്നതിന്റെ ഇടയിൽ നീ എന്താണ് നടത്താൻ? എന്നെ കളിയാക്കലാ നീ. ഇയാളെ കെട്ടിയെടുത്താ എന്താടാ ഒരാഴ്ചയിലെ വാടക എന്നിട്ട്? എവിടെ നോക്കിയാലും കൊടുങ്കാറ്റ. നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അവന്മാരൊക്കെ വന്നിട്ട് ഓസിൽ തിന്നിട്ട് പോയി എങ്ങനെ വാടക കയറിയാ? നിന്റെ കൊടുങ്കാറ്റും കോപ്പും പഞ്ചായത്തൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ നാളെ വരും. വാടക തന്നില്ലെങ്കിൽ വണ്ടി അതേപോലെ പൊക്കി എടുത്തോണ്ടോ. സൂക്ഷിച്ചോ. ആരാടാ നിന്നെ പേടിപ്പിച്ചിട്ട് പോണേ? കൊള്ളാം, അവനിവിടെ നിൽക്കുമ്പോ ചോദിക്കരുത്, പോയിട്ട് ചോദിക്കാവും. ആരെന്നല്ലേ ചോദിച്ചേ? ഈ ഉന്തുവണ്ടിയുടെ ഓണറാ. അപ്പൊ നീ? ഞാൻ ഈ മുകളിലിരിക്കുന്ന മുട്ടയുടെ ഓണർ. പാതി ഓണറോ? നോക്ക്, നീ ഇവിടെ എത്തി ഉടനെ ക്യാഷ്യർ ആയില്ലേ? പിന്നെ എന്താ വർത്താനം തിന്നിട്ട് പോടാ. നീ ഫ്രോഡ് കളിയില്ലേ ഇന്ന്? അതെ, ഇഡ്ഡലിയൊക്കെ തീർന്നു പോയി. നാളെ തീർന്നു പോയെന്നാ? എടാ പട്ടികളെ ഇപ്പോഴല്ലടാ ഉണ്ടാക്കിയേ. What a figure! Water figure! Woo! Oh. എൻ്റെ അമ്മോ. പെണ്ണിന്റെ പേര് വിമല, അവളുടെ അമ്മയുടെ പേര് അമല. സെന്റ് പോൾസിൽ ബികോമിന് പഠിക്കുന്നു. സ്പോർട്സ് ആണ് അവളുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ. അമ്മ ഹൗസ് വൈഫ്, അവളുടെ അച്ഛൻ ഉണക്കമീൻ കട. എന്തോന്ന് ഉണക്കമീൻ കട? അതെ, എന്തായി പറയണേ? ഇവളുടെ അച്ഛൻ ഉണക്കമീൻ കടയല്ലേ നടത്തുന്നത്. ഇത്ര നേരം എവളെ പറ്റിയാണോ പറഞ്ഞോണ്ടിരുന്നേ? കണക്കായി പോയി പോ. ശരി, എന്താ പ്രശ്നം? ഫീസ് എടുത്തോണ്ട് പോയി. എന്തോന്ന്? ഫ്യൂസ് എടുത്തോണ്ട് പോയോ? നമ്മുടെ ഏരിയയിലാ?